എത്ര ദിവസമായി പയ്യന്നൂരിൽ ഇങ്ങനെ പിന്നെ വ്യാജ വോട്ടാണ് അല്ലെങ്കിൽ കാർഡുണ്ടാക്കുന്നു, കള്ള വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്? ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആൾ പയ്യന്നൂർ മത്സരിച്ചിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ. അപ്പോഴെങ്ങനെയാണ് പിന്നെ വോട്ട് നടന്നത്? മാനസിക വിഭ്രാന്തി പിടിച്ചിട്ട് പലതും വിളിച്ചു പറയുമ്പോൾ അത് മാധ്യമങ്ങളുടെ മുഖ്യ വാർത്തയായിട്ട് വരുന്നതിൻ്റെ ഏറ്റവും വലിയ അപകടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പയ്യന്നൂരിൽ. ഞങ്ങളുടെ ഒരു വ്യാജ വോട്ടിൻ്റെയും പിന്നാലെ പോകുന്നവരല്ല. ഈ പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രമാണ്. ഞങ്ങൾക്ക് ഇതാണ് പണി. ഈ നാട്ടിൽ ഓരോ വോട്ടറെയും അവർ വരുന്നതിന് വേണ്ടി അവരുടെ ലിസ്റ്റ് എടുത്ത് അവരുടെ വീടുകളിൽ പോയി ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്യുന്നതിൽ വ്യാപൃതരായിട്ടുള്ളവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. അവർക്ക് ഇതല്ല പണി, ഈ പറയുന്നതല്ല പണി. പിന്നെ കരുവള്ളൂർ, വെള്ളൂർ, പിന്നെ എന്തിനാണോ സ്ഥാനാർത്ഥിയും ഏജൻറ്റും ഇരിക്കുന്നത് ബൂത്തിൽ? നിങ്ങൾ എവിടെയെങ്കിലും ഒരു പരാതി കൊടുത്തോ? നിങ്ങൾ ഏജൻ്റ് ഉണ്ടല്ലോ അവിടെ, രാവിലെ മുതലേ ഇരിക്കുന്നില്ലേ? ആളുകളെ അവമാനിക്കല്ല പയ്യന്നൂർക്കാരെ, ഈ നാട്ടുകാരെ. കരുവള്ളൂർ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയുടെ മണ്ണ. എന്ത് തോന്നിയവാസവും വിളിച്ചു പറയാൻ പറ്റില്ല കരുവള്ളൂരിനെ കുറിച്ചിട്ട്. അതിലെങ്കിൽ വെള്ളൂർ പൊരുതി വന്നിട്ടുള്ള സ്ഥലം വെള്ളൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനം. ഈ കണ്ടോത്ത്, നിങ്ങളെല്ലാവരും അറിയണം, കണ്ടോത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരൂഢ കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവിടെ നിങ്ങൾ ഈ നാടിനെ മുഴുവനും ആക്ഷേപിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ മാധ്യമങ്ങൾ വെരിഫൈ ചെയ്യണം കാര്യങ്ങൾ. ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ ചില ആളുകൾ നേരത്തെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങ് ജോസിഗിരി ഏറ്റവും മലയുടെ മുകളിലായിരുന്നുണ്ടായിരുന്നത്, ഞങ്ങളറിയില്ല. പിന്നീടാണ് ഞങ്ങൾ അവിടെ റേഞ്ച് വരെ ശരിക്കൂല. പിന്നീടാണ് ചില ആളുകൾ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. ഒരാൾ വിളിച്ചു പറയുമ്പോൾ അതിങ്ങനെ വലിയ സംഭവമായിട്ട് കേരളം മുഴുവനും ചർച്ച ചെയ്യാൻ പാകത്തിലോ ലോകം മുഴുവനും കാണാൻ പാകത്തിലോ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള നിലയിലുള്ള ഒരു രീതിയല്ല എന്നുള്ളത് ആക്ഷേപമായിട്ട് തന്നെ ഉന്നയിക്കുന്നു. അതുകൊണ്ട് വിഭ്രാന്തിയിൽ വീണ് കഴിഞ്ഞിട്ടുള്ള ചില ആളുകളെ നിങ്ങൾ വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത്. ഇതൊന്നും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും നിൽക്കുന്നത് കണ്ടോത്താണ്. ഈ നാടിനെയാണ് അവമാനിക്കുന്നത്. ഇവിടെ എന്ത് വ്യാജക്കാട്, എന്ത് കള്ളവോട്ട്, ആര് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു? പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എവിടുന്നോ വന്നിട്ടുള്ള ഒരാൾ, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവരായിട്ടുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. എന്താ അഭിപ്രായ വ്യത്യാസം? ഇപ്പോൾ BSFകാർ അങ്ങോട്ടേക്ക് സാധാരണ വോട്ടറെ കടന്നു. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മകൻ്റെ വോട്ട് വെള്ളൂരിൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV സുധാകരൻ്റെ മകൻ്റെ വോട്ട്, അവൻ എവിടുന്ന് ജോലി ചെയ്യുന്ന വന്നിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പറ്റില്ല എന്ന് BSFകാരനും ചില ആളുകളും ഉദ്യോഗസ്ഥന്മാരും പറയുന്നു. അവിടെ തർക്കം ഉണ്ടാവില്ലേ? യഥാർത്ഥ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഒരു പെൺകുട്ടി വോട്ട് ചെയ്യാൻ വേണ്ടി പോയി. അവൾ ആകെ നിസ്സഹായമായിട്ട് നിലവിളിച്ചു നിന്നു കുറേ സമയം. യഥാർത്ഥ വോട്ടറാ. ഇതിങ്ങനെ ഇവരെന്തൊക്കെയോ പുകമറി ഉണ്ടാക്കിയിട്ട് യഥാർത്ഥ വോട്ടിങ്ങിനെ തടയാനും ഇടതുപക്ഷത്തിന് ഏതെങ്കിലും നിലക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ്. ഒരു കാര്യം ഉറപ്പിച്ചോ നിങ്ങൾ, ഇതുവരെ കാണാത്ത കനത്ത തോൽവി ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്നു പയ്യന്നൂരിൽ എന്നുള്ളതിൻ്റെ ഒന്നാം നമ്പർ തെളിവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത തോൽവി സാധാരണയൊന്നുമല്ല. നിങ്ങളിതിന് ഈ ചുറ്റുവട്ട ആ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇവിടെ എല്ലാം കള്ളവോട്ടാണ്, വ്യാജ കാർഡാണ് എന്ന് പറഞ്ഞിട്ട് അപമാനിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദപ്പെട്ടവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ ഓഫീസ് റെഡി ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വീട് റെഡി ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മാന്യമായിട്ട് അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു നാടിനെ മുഴുവനും അപമാനിക്കാനാണ് വരുന്നതെങ്കിൽ ജനങ്ങളത് അനുവദിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല, ഇവർ പറയുന്നത് ഈ ബൂത്തിനകത്തെ CCTV അടക്കം പരിശോധിക്കണം, അതിന് പരാതി അപേക്ഷ കൊടുക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സഹകരിക്കും UDF സ്ഥാനാർത്ഥിയുണ്ട്. അവർ കള്ള വോട്ട് ചെയ്തു എന്ന് പറയുന്ന ബൂത്തുകളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏതിൻ്റെ ആളാണ്? 24 24കാർ ആദ്യം ഈ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. നിങ്ങൾ പിന്നെ CCTV പരിശോധിക്കണം. CCTV ഇങ്ങനെ പരിശോധിക്കും ആരെങ്കിലും? എവിടെ പരാതി? അതെ, പരാതി കൊടുക്കുന്ന പറഞ്ഞത്. നിങ്ങൾ കൊടുത്തിട്ട് പറയുന്നത് നിങ്ങൾ പരാതി കൊടുക്കുന്നുണ്ടോ? പിന്നെ ആര്? അവൻ പറയുന്നതിനുള്ള മറുപടി പറയാൻ ആരുണ്ട് ഇവിടെ? ആരുണ്ട്? ഞങ്ങളാ പറയേണ്ട മറുപടി? നിങ്ങൾ നിയമപരമായിട്ടൊരു കേൾക്ക്, നിയമപരമായിട്ടൊരു കാര്യത്തിന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് തടയാൻ പറ്റുക? തടസ്സം നിൽക്കാൻ പറ്റുക? ഞങ്ങൾക്കതാണ് ജോലി. എന്താ മാഡം പറയുന്നത്? എന്ത് പരിശോധിക്കട്ടെ? അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ പരാതി കൊടുത്തിട്ട് അതാരും പരിഗണിക്കുന്നില്ലെങ്കിൽ അത് മറ്റൊരു കാര്യം. അത് ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ളൊരു കാര്യമല്ലേ. അതിന് ഞങ്ങളെന്തിനാ മറുപടി പറയുന്നത്?
നിങ്ങളെന്തിനാ ഞങ്ങൾ ഈ ഇതിൽ പ്രതിക്കൂട്ട് നിർത്തി ഈ നാട്ടുകാരെന്തിനാ പ്രതിക്കൂട്ട് നിർത്തുന്നത്? നിയമാനുസൃതമായിട്ട് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ പരാതി വിടുന്നുണ്ടെങ്കിൽ ആ പരാതി സ്വാഭാവികമായിട്ട് അവർ പരിഗണിക്കില്ല. ഞാനിപ്പോൾ മനസ്സിലാക്കിയത് പോലീസ് പിന്നെ SP എന്നല്ലേ, റൂറൽ SP തന്നെ പറഞ്ഞു ഒരു പരാതിയില്ല, ഇവിടെ ഒരു സംഭവമില്ല എന്ന്. ഞങ്ങൾ പറഞ്ഞിട്ടാ പരാതി കൊടുത്തിട്ടില്ല, പ്രിസൈഡിംഗ് ഓഫീസർ പരാതി കൊടുത്തിട്ടില്ല. പോലീസിൽ പരാതി കൊടുത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിസൈഡിംഗ് ഓഫീസർ പരാതി കൊടുക്കുമോ? അവരുടെ മുമ്പിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കുള്ളൂ. ഇങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസറോട് പോയിട്ട് ഒരാൾ പറയാണ് എന്നെ പരാതി കൊടുക്കുന്നു, പ്രിസൈഡിംഗ് ഓഫീസർ എങ്ങനെ പരാതി കൊടുക്കുക? അയാൾക്ക് അയാളുടെ ജോലി എന്നാ ID കാർഡ് നോക്കണം, വോട്ട് ഉണ്ടോയെന്ന് അതിൽ നോക്കണം, വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം, വോട്ട് ചെയ്യിപ്പിക്കണം. അതല്ലേ ജനാധിപത്യത്തിൻ്റെ രീതി? അതല്ലേ പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യേണ്ടത്? പ്രിസൈഡിംഗ് ഓഫീസർ ഓരോ കേസ് വരുമ്പോൾ പരാതി എഴുതി കൊടുക്കില്ല പ്രിസൈഡിംഗ് ഓഫീസർക്ക്. അതാണ് ഞാൻ പറയുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളുമാകുമ്പോൾ ഈ നിലയിലാണോ കൈകാര്യം ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇത് പിന്നെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ വെപ്രാളി പിടിച്ച് വിരളി പിടിച്ചിട്ട് ഇങ്ങനെ ഓടിച്ചാടി പലയിടങ്ങളിൽ കള്ളവോട്ടാണെന്ന് പറയുമ്പോൾ മീഡിയാസൊക്കെ ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷം. പയ്യന്നൂരിന് കിട്ടുന്ന ഒരു അംഗീകാരമാണിത്. ഞങ്ങളല്ലതാ, ഞാൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി C. സത്യപാലൻ, ഇതാ LDF-ൻ്റെ മണ്ഡലം പിന്നെ ചെയർമാൻ V. ബാലൻ. ഞങ്ങൾ 3 പേരും ഒരു വണ്ടിയിൽ ഏറെക്കുറെ ഈ പിന്നെ മണ്ഡലത്തിലെ 6 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയിലും പോയിട്ടാണ് വരുന്നത്. ഞങ്ങൾ 3 സെറ്റായിട്ട് ഇന്ന് ഇറങ്ങിയിട്ടാണ് എല്ലാ പിന്നെ ബൂത്തിലും ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഒന്ന് ഞങ്ങളുടെ പിന്നെ കൺവീനറായിട്ടുള്ള P. സന്തോഷം, മറ്റൊന്ന് സനി ശശിയും P. ശശിധരനും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ പയ്യന്നൂരുള്ളവർ. എല്ലാ ബൂത്തിലും ഞങ്ങൾ പോയി, എവിടെയും പ്രശ്നമില്ല. UDF-ൻ്റെ ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നില്ല. എവിടെയെങ്കിലും ചാലഞ്ച് ചെയ്തോ? എവിടെയെങ്കിലും ഒരു വോട്ട് ഇതാ ഈ വോട്ട് പറ്റില്ല ഇത് ചാലഞ്ച് ചെയ്ത് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് 10 രൂപ മറ്റല്ലേ അടക്കണ്ട്, അടച്ചിട്ട് ചാലഞ്ച് ചെയ്തൂടെ? ഒന്നുമില്ല, നിങ്ങൾ അവിടെ ഒരു കഥഗതി കൊടുത്തിട്ട് ഇത് ഈ വോട്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വല്ല സ്ഥലത്തും നടന്നു. അതാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അവർ വരുമ്പോൾ അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നൊരു പുകമറയാണിത്. ഇത് വിഭ്രാന്തിയിൽ നിന്നുണ്ടാവുന്നതാണ്. ഇതിങ്ങനെ നിങ്ങൾ പിന്നെ ചെയ്യരുത് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഓക്കെ, പുതിയ ചോദ്യമൊന്നുമില്ല. ഇല്ല, അവരൊരു സഹകരണ ബാങ്ക് ജീവനക്കാരൻ്റെ ഭാര്യ എന്നാണ് അവരാരോപണം ഉന്നയിക്കുന്നത്. ആരാണെന്ന് പറഞ്ഞിട്ടില്ല. സഹകരണ ബാങ്ക് ജീവനക്കാരൻ്റെ ഭാര്യ 4 വോട്ട്, 4ാമത്തെ വോട്ട് പറഞ്ഞു. അതെ പറഞ്ഞു. മുൻ സഹകരണ ജീവനക്കാരനായിരിക്കും. അല്ലല്ല, നിലവിൽ സഹകരണ ജീവനക്കാരൻ. മുൻ സഹകരണ ജീവനക്കാരനാണോ? അല്ല, വയനാടൊക്കെ ജോലി ചെയ്തിട്ടില്ല, ഏതെങ്കിലും റവന്യൂവിൽ ജോലി ചെയ്തിട്ട് ആളുകളെ പറ്റിച്ച് ഭൂമികൾ തട്ടിയെടുത്തിട്ടുള്ള ആരെങ്കിലും ആണോ? അങ്ങനെ പല ആളുണ്ടല്ലോ, പലരുടെ കൂട്ടത്തിൽ. മുൻ സഹകരണ ബാങ്ക് ജീവനക്കാരൻ്റെ ആരെങ്കിലും ചില ആളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അവരവൻ്റായിപ്പോയോ? ഞങ്ങളൊരു നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളൊരു സഹകരണ ജീവനക്കാരൻ്റെയും ഭാര്യയ്ക്ക് ഇതല്ല പണി, അത്രയും ഇപ്പോൾ ഞങ്ങൾ പറയുന്നു. അവർ അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണ്, ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും അവർ. അത് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. സഹകരണ ബാങ്കിൽ പോയി ഒരു ജോലി വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് അവനവൻ്റെ കാര്യം നോക്കില്ല, അവർ നാടിന് വേണ്ടി പ്രവർത്തിക്കും. അവരെയൊക്കെ ആക്ഷേപിച്ചിട്ട് വീട്ടിലിരുത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നടക്കൂല എന്നേ പറയാൻ. ഇത്രയും ചെയ്ത് നമുക്ക് ഇത്രയും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ കുഞ്ഞികൃഷ്ണനെതിരെ നിയമ നടപടി ആലോചിക്കുന്നുണ്ടോ? നിയമ നടപടി ഇങ്ങനെ പടക്കത്തിന് തിരികൊടുത്തെന്ന് പറഞ്ഞ പോലെ നിയമ നടപടി ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറേ വന്നിട്ടുണ്ട്, ഇനിയും വരും. ഒരു പിന്നെ ഇതുപോലും ഞങ്ങൾ വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ട്. അല്ല, തിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ നിയമാനുസൃതമായി പിന്നെ ഫേസ്ബുക്ക് അതുപോലെ നിങ്ങളുടെ മാധ്യമങ്ങൾ ഇതിലെല്ലാം വന്നിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ പൊതുപ്രചരണം അവസാനിച്ചിട്ടും വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളത് വെറുതെ നോക്കി നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. കോടതിയും എല്ലാ സംവിധാനങ്ങളും ക്രിമിനൽ സിവിൽ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു.